കൃഷ്ണൻ അവതരിച്ചുടനെ തന്നെ അച്ഛനമ്മമാർക്ക് കൊടുക്കുന്നൊരു ഉപദേശം പറഞ്ഞു, നിങ്ങൾ എന്നെ പുത്രഭാവത്തിൽ സ്നേഹിച്ചു, പക്ഷേ സാധന അനുഷ്ഠിച്ചിട്ടില്ലെങ്കിൽ ദുഃഖവും ദുരിതവും വിട്ടൊഴിയില്ല. നിങ്ങളുടെ സാധനയാണ് നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ കരുത്ത്. ഞാൻ നിങ്ങളെ രക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ട് എന്റെ പിന്നാലെ നടന്നിട്ട് പറയൂ കാര്യമില്ല. ദൈവം എന്ന് പറയുന്നത് പുറത്തല്ല. ദൈവം ഇപ്പൊ നേരത്തെയൊക്കെ പറഞ്ഞില്ലേ, എവിടെയാണ്? ഉള്ളിലാണെങ്കിൽ ഈ കരുത്തിന്, ഈ ദൈവിക ശക്തിയെ ആര് വളർത്തണം? ഇപ്പം മെനക്കെടണം, പ്രയത്നിക്കണം. അതുകൊണ്ട് അച്ഛനമ്മമാരോട് പറഞ്ഞു, നിങ്ങൾ സ്വയം പ്രയത്നിക്കണം എന്ന് പറഞ്ഞ കൃഷ്ണൻ ഒരു ഒരു ശൈശവ രൂപമെടുത്ത് കൃഷ്ണൻ പറഞ്ഞു, എന്നെ നന്ദഗോപ ഗൃഹത്തിൽ കൊണ്ടാക്കണം. അപ്പൊ ഒരു കൂടെയൊക്കെ റെഡിയാക്കി കൃഷ്ണനെ അതിലാണ് വസുദേവര് കൊണ്ടുപോകുന്നത്. പിന്നെ കഥകളൊക്കെ നിങ്ങൾക്കറിയാം. മഴയാണ്, അപ്പോഴേക്കും അനന്തൻ കുട ചൂടിച്ചു. പിന്നീട് കാളിന്തി നദി കടക്കുമ്പോൾ വഴിയൊക്കെ മാറിക്കൊടുത്തു. നന്ദഗോപ ഗൃഹത്തിലാണെങ്കിൽ യശോദാദേവി പ്രസവിച്ച് കിടക്കുക, അറിഞ്ഞിട്ടില്ല. അവിടെ കൊണ്ട് കടത്തി കൃഷ്ണനെ. യശോദാദേവി പ്രസവിച്ച കുട്ടിയും കൊണ്ട് വസുദേവര് വന്നു. കാരാഗൃഹത്തിലെത്തിയതും കുട്ടി കരഞ്ഞു. പാറാവുകാർ വിവരറിഞ്ഞു. കംസൻ ഓടി വന്നു അവിടെ വെച്ച് തീർക്കാൻ. ആ നേള് കണ്ടൊരു പേടിയുണ്ട്. കുട്ടിയെ എടുക്കലും വലിക്കലും എറിയാൻ ശ്രമിക്കലും കുട്ടി അപ്രത്യക്ഷമാവലും പറഞ്ഞു, നിന്റെ പാർട്ടി വന്നു കഴിഞ്ഞു, നീ പേടിക്കണ്ട. കംസൻ അന്നു മുതൽ ഉറക്കം പോയി. ഗോകുലത്തിൽ കൃഷ്ണൻ വളരെ, പിന്നെ കൃഷ്ണൻ വളരും. നന്ദഗോപര് പേരൊക്കെ ഇട്ടു കൃഷ്ണന്. കുറെ ഉണ്ടോ കഥകള്, ഞാൻ ചുരുക്കി പറഞ്ഞു പോവാണ്. കൃഷ്ണന് കൊടുത്ത പേരാണ് കൃഷ്ണൻ. എന്തുകൊണ്ടാണ് കൃഷ്ണൻ എന്ന് പേരിട്ടത്? കൃഷ്ണൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ആകർഷണം എന്നാണ്. എന്താണ് ഈ ആകർഷണം എന്ന വാക്ക്? സയൻസ് ആണ്. കുട്ടികൾ മനസ്സിലാക്കുക. ഇവിടെ രണ്ട് ആകർഷണമാണ്, രണ്ടേ രണ്ട് ആകർഷണം. ഇപ്പൊ നമുക്കറിയാം ഭൂഗുരുത്വ ആകർഷണം ഉണ്ടല്ലോ. ഇപ്പൊ ഇല്ല പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ആകർഷണം ഉള്ളതുകൊണ്ടാണ് നമ്മള് ഭൂമിയിൽ ഇങ്ങനെ നടക്കുന്നത്. അതില്ലെങ്കിലോ അതില്ലെങ്കിലോ ഒന്നുമില്ല. നിങ്ങൾ പറന്നിട്ടുണ്ടാവും. ഈ ശരീരത്തിന് ആകർഷണ ശക്തി ഇല്ലെങ്കിൽ ഇപ്പൊ വെള്ളത്തിൽ നമ്മൾ നിങ്ങൾക്ക് നീന്തൽ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ എത്ര വെയിറ്റ് ഉള്ള ഒരാളായിട്ട് നീന്തൽ അറിയുന്നതാണെങ്കിൽ ഭാരം അവരറിയുന്നില്ലെങ്കിൽ, പേടിയില്ലെങ്കിൽ ശരീരം എങ്ങോട്ട് വരും? മുകളിലേക്ക് വരും. പേടി വരുമ്പോഴാണ് ആള് മുങ്ങിപ്പോകും. അപ്പൊ ഭൂമിയുടെ ആകർഷണ ശക്തി നമുക്കറിയാം. എന്നാൽ മറ്റൊരു ആകർഷണമുണ്ട്. അതൊന്ന് നോക്കൂ, നമ്മളിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ പുറത്തുള്ള വായു ഉള്ളിലേക്ക് വരുന്നു. പുറത്തുള്ള വായു ഉള്ളിലേക്ക് വരുന്നു. ശ്രദ്ധിക്കണം. അതിൽ ഓക്സിജൻ മാത്രമാണോ ഉള്ളത് പുറത്ത്? ആണോ? അല്ല. പക്ഷെ നമ്മുടെ ബ്ലഡിന് എന്താണ് ആവശ്യം? നമ്മളെ ബ്ലഡ് എന്തേ എടുക്കുള്ളൂ? ഓക്സിജൻ. അപ്പൊ മറ്റു വാതകങ്ങളെ അതിൽ നിന്ന് വേർപ്പെടുത്തി ഓക്സിജനെ മാത്രം ആകർഷിക്കുന്ന ഒരു ശക്തി നമ്മുടെ ബ്ലഡിൽ ഉണ്ടല്ലോ. ഉണ്ടോ? അതേതാണ് ആകർഷണ ശക്തി? അതിനെ നമ്മുടെ ജീവൻ എന്ന് വിളിക്കണോ? അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബോധം. ഈ ജീവൻ എന്ന് പറഞ്ഞാൽ ബോധ മനസ്സും പ്രാണനും ചേർന്ന അവസ്ഥയ്ക്കാണ് ജീവൻ എന്ന് പറയുന്നത്. ഇതിലുള്ള ഒരു ബോധത്തിന്റെ ആകർഷണത്തിലാണ് വേണ്ടാത്തതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വേണ്ടതിനെ എടുക്കുന്നത്. ഇനി നമ്മൾ കഴിക്കുന്ന ആഹാരം, അതിൽ വേണ്ടതും വേണ്ടാത്ത ഏതാ നമുക്കറിയില്ല. ഉണ്ടോ? നിങ്ങൾക്കറിയോ? കൂടുതലും വേണ്ടത് അറിയില്ല. പറയൂ. വേണ്ടത് അറിയുന്നതിനേക്കാൾ കൂടുതൽ വേണ്ടാത്തത് നല്ലോണം അറിയും. അപ്പൊ നിങ്ങളുടെ ശരീരത്തിന് ലഡു ആവശ്യമാണോ? ആവശ്യം ഉണ്ടാവുമോ? പക്ഷെ 2 കിട്ടി വിഴുകില്ലേ? വിഴുകും. അപ്പൊ ആവശ്യമില്ലാത്തത് നല്ലോണം അകത്തേക്ക് തട്ടി വരും.
ഈ കുറു 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 ഇങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങൾ, ഇതൊക്കെ കുട്ടികൾക്ക് ആവശ്യമുള്ളതാണ് വാസ്തവത്തിൽ. ജീവിക്കാൻ അനിവാര്യമാണോ? കുങ്കുറു, ലേസ്, കീസ് എന്നൊക്കെ പറഞ്ഞ് കുറെ കടയിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടില്ലേ? ഇതൊക്കെ ആവശ്യമുള്ളതാണോ? പക്ഷെ ഇപ്പുറത്ത് നല്ല ചോറും കറിയുണ്ട്, ഈ കുന്തമുണ്ട്. ഏതടുത്ത് കഴിക്കുക? ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതോ? നിങ്ങളുടെ മക്കൾ ഏതാ കഴിക്കുക? മക്കളെ വിട്ടു, നിങ്ങൾ ഏതാ കഴിക്കുക? ആവശ്യമുള്ളതേ കഴിക്കുന്നു ആണോ? എന്നാലും അവര് കഴിക്കുമ്പോൾ എന്നാലും ഇത്തിരി ഒരു കൊതി വരും. നുണ പറയരുത് കേട്ടോ, സത്യം പറയണം. ഒരു ബഫേ സദ്യ വെക്കുക. നമ്മുടെ നാടൻ ഐറ്റം അവിയൽ, ഓലൻ, കീഴൊക്കെ ചോറ്, നല്ല കുത്തരി ചോറൊക്കെ ഉണ്ട്. അപ്പുറത്ത് ഫ്രൈഡ് റൈസ്, ഇങ്ങനെയുള്ള കുറെ ബിരിയാണി, ഇതൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം ബിരിയാണിക്ക് ഓയിൽ കൊണ്ടുണ്ടാക്കുന്നതാണ്. മിക്കവാറും ഡാൽഡ ആയിരിക്കണം അത്. അതിൽ നെയ്യ് അടുത്തു കൂടെ പോയിട്ടോ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ, അല്ലേ? അതിലൊക്കെ ഓയിൽ നല്ലോണം വേണം. ഈ ഫ്രൈഡ് റൈസ് ആയാലും പുലാവായാലും ഈ ബിരിയാണി ആയാലും എന്തായാലും വേണോ? പറയൂ. ഇനിയിപ്പോ നോൺ വെജ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കറിയാം ഈ ചിക്കൻ ഒന്നും നല്ല സാധനങ്ങളൊന്നും അല്ല, ആണോ? നല്ല ഹോർമോൺസ് ആണ്. ഇപ്പുറത്ത് നല്ല ഈ കേരള സദ്യയിലേക്ക് പോവോ, ഈ സാധനങ്ങളിലേക്ക് പോവോ? സത്യം പറയും. കൂടുതൽ ആളുകൾ ആക്രാന്തം കാണിച്ച് എങ്ങോട്ടാ പോവുക? ഇവിടെ അമ്പലത്തിൽ സപ്താഹത്തിന് ഭക്ഷണമുണ്ട്, അതിന്റെ ഇപ്പുറത്ത് എഴുതി വെച്ചിരിക്കുകയാണ് ഫ്രൈഡ് റൈസ്, ഇത്തരം സാധനങ്ങൾ, അല്ലെങ്കിൽ വെജിറ്റബിൾ ബിരിയാണി എന്ന് വെച്ചിരിക്കുക. അവിടെ ഇരിക്കുന്നവർക്ക് ഇവിടെ ഇരിക്കുക. നിങ്ങൾ എന്താ എന്നെ അന്തം വിട്ട പോലെ നോക്കുന്നത്? നിങ്ങൾ പോലും അപ്പുറത്തുണ്ടാവില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ എവിടെ ഉണ്ടായിരിക്കുക? നുണ പറയിൽ സത്യം പറയാൻ ഒരു വിഷമം നിൽക്ക്. ആ വെജിറ്റബിൾ ബിരിയാണിയും ഒക്കെ വെച്ചിടത്തല്ലേ ആൾക്കാരുണ്ടാവുക? അല്ല അല്ല, ഈ നാടൻ ചോറും ഇതിന്റെ അടുത്ത് നിങ്ങൾ പോവോ? ഇവിടുന്നൊക്കെ അടിച്ചുവിടും, ഒക്കെ അടിച്ചുവിടും. അവിടുന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് വിളിക്കുക, വാടി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ ആ ഓണൊരു പോക്ക്. ഇനിയിപ്പൊ നിങ്ങൾ നാടൻ സദ്യ കഴിച്ചു എന്ന് ഇരിക്കുക, മറ്റോരോ എമ്മാതിരി ബിരിയാണി, പിന്നെ നിങ്ങൾ പൊട്ട ചോറ് കഴിച്ച് ഞാൻ പോയിട്ട് ഇപ്പൊ കഴിച്ചതിന് ചീത്തയും വിളിക്കും, ആണോ അല്ലയോ? മനസ്സെവിടെയാ കിടക്കണത്? മനസ്സെവിടെയാ കിടക്കണത്? ബിരിയാണി. ഞാൻ പറഞ്ഞത് സത്യമാണോ? വേണ്ടതിനേക്കാളും വേണ്ടാത്തതിനല്ലേ കൂടുതൽ താല്പര്യം, ആണോ? കാരണം അതാണ് നാക്കിനൊരു രുചി. അപ്പൊ നമ്മൾ ആരോഗ്യത്തെ അല്ല നോക്കുന്നത്, രുചിയാണ് നോക്കുന്നത്. ഹിതമല്ല നോക്കുന്നത്, പ്രിയമാണ് നോക്കുന്നത്, ഇഷ്ടമാണ് നോക്കുന്നത്, അതിന്റെ ഗുണമല്ല നോക്കുന്നത്, ആണോ? എന്താ ഒന്നും മിണ്ടാത്തതയുണ്ട്, ആണോ? അപ്പോ എന്നാലും ഉള്ളിലേക്ക് അടിച്ച് തട്ടി വിട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇത് ഉള്ളിലെത്തി ദഹിപ്പിച്ച് വേണ്ടാത്തതിനെയൊക്കെ വേർതിരിച്ച് വേണ്ടത് മാത്രമേ ശരീരത്തിലേക്ക് എടുക്കുന്നുള്ളൂ, ആണോ? വേണ്ട കാർബോഹൈഡ്രേറ്റ് എടുക്കണു, വേണ്ട പ്രോട്ടീൻസ്, മിനറൽസ് ഒക്കെ എടുത്ത് ബ്ലഡ് ഉണ്ടാക്കുന്നു, വേണ്ട ശരീരത്തിന് വേണ്ട സെൽസ് ഉണ്ടാക്കുന്നു, ആണോ? പറയൂ. വേണ്ടാത്തതാണല്ലോ നമ്മൾ കൊണ്ട് കളയുന്നത്, ഇതെല്ലാം ബ്ലാഡറിൽ പോയി നിറയുന്നത്, ആണോ? പറയൂ. അപ്പൊ ഉള്ളിൽ ഉള്ളൊരു ശക്തിക്ക് വേണ്ടതേത്, വേണ്ടാത്തതേത് എന്നുള്ളൊരു അറിവുണ്ട്. നമുക്കറിയില്ലെങ്കിലും ആർക്കുണ്ട്? ഈ ഉള്ളിലുള്ള ആൾക്കും അറിയില്ലെങ്കിലോ? നമ്മളെപ്പോലെ തന്നെയാണ് ഉള്ളിലെ അവസ്ഥയെങ്കിൽ എന്തായിരിക്കും? അധികം അവസ്ഥയൊന്നും പറയണ്ട, ഉള്ളിയായിരിക്കും നിങ്ങളുടെ അവസ്ഥ. മിക്കവാറും ഇവിടുന്ന് എന്നോ, ഇതൊന്നും മിണ്ടാത്തത് നിങ്ങള്, നമ്മളെന്നോ ഇവിടുന്ന് പോയിട്ടുണ്ടാവും. കാരണം ഈ ശരീരം മുഴുവൻ എന്നോ കേടുവന്നിട്ടുണ്ടാവും. ഇത്രയും കാലം ഈ ശരീരത്തെ കേടുവരാതെ എന്ന് പറഞ്ഞാൽ വേണ്ടാത്തത് കളഞ്ഞും വേണ്ടത് എടുത്തും ഒരു ശക്തി നിലനിർത്തിയില്ലേ? ഉണ്ടോ? ഈ രക്തത്തിലേക്ക് വേണ്ടുന്ന ഓക്സിജൻ കൊടുത്ത് വേണ്ടാത്തതൊക്കെ കളഞ്ഞ് ഇതിനെ നിലനിർത്തിയ ശക്തിയില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ ഉള്ളിലൊരു ആകർഷണമില്ലേ? ആ ആകർഷണ ശക്തിയുടെ പേരാണ് കൃഷ്ണൻ. ഇപ്പൊ രണ്ട് ആകർഷണമുണ്ട്. പുറത്തുള്ള ആകർഷണം, അതിനെ പ്രകൃതി ശക്തി എന്നും,
അകത്തുള്ള ആകർഷണത്തെ നാം ദൈവീക ശക്തി അഥവാ ബോധശക്തി അഥവാ ഈശ്വരൻ എന്നൊക്കെ വിളിക്കുക. അപ്പൊ കൃഷ്ണൻ ആരാണ്? അകത്തുള്ള ആകർഷണമാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത്, ഞാൻ ഇരിക്കുന്നത് എല്ലാവരുടെയും എവിടെയാണ്? ഉള്ളിലാണ്. ഞാൻ ഏതു രൂപത്തിലാണ് ഇരിക്കുന്നത്? അഹം 10-20 കൃഷ്ണൻ പറയുന്നുണ്ട് ഗീതയിൽ. ഞാൻ ഏതു രൂപത്തിലാണ് ഇരിക്കുന്നത്? അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത് അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്തമേവ ച. 10-20 ഗീത. അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത് അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്തമേവ ച എന്ന് കൃഷ്ണൻ അവിടെ പറഞ്ഞ് കാണുന്നുണ്ടല്ലോ. അപ്പൊ ഏതു രൂപത്തിലാണ് ഞാൻ ഇരിക്കുന്നത്? എല്ലാവരുടെയും ഉള്ളിൽ. ഞാൻ എല്ലാവരുടെയും ഉള്ളിൽ അഹം ആത്മാ. ഏതു രൂപത്തിൽ? ഞാൻ ആത്മാരൂപത്തിലാണ് എല്ലാവരുടെ ഉള്ളിലും ഇരിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ ആത്മാ എന്ന് പറയുന്ന ബോധം, ആ രൂപത്തിൽ ആരുണ്ട്? ഭഗവാൻ ഉണ്ട്. അപ്പൊ ആ ഉള്ളിലുള്ള ബോധമാണ് കൃഷ്ണൻ എല്ലാറ്റിനെയും ആകർഷിച്ച് വേണ്ടതിനെ എടുക്കുകയും വേണ്ടാത്തതിനെ പുറത്താക്കുകയും ചെയ്യുന്ന ആ ശക്തി. ഇപ്പൊ നമ്മൾ ഏറെ കടപ്പെട്ടിരിക്കുന്ന ആരോടാണ്? ആ നന്ദി നമുക്കുണ്ടോ? നന്ദിയുണ്ടോ? രാവിലെ എണീറ്റാ നമ്മൾ നന്ദി ആരോടാ പറയേണ്ടത്? പറയൂ. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഈ ശരീരത്തിലെ ബ്ലഡിന് വേണ്ടുന്ന ഓക്സിജനും കൊടുത്ത് ഹാർട്ടിനെ ചലിപ്പിച്ച് ഇല്ലേ ദഹിപ്പിച്ച് വേണ്ടാത്തതിനൊക്കെ ഓരോ ബ്ലാഡറിലാക്കി. ഞങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ യൂറിനൽ ബ്ലാഡറും അതുപോലെ സ്റ്റൂളിന്റെ ബ്ലാഡറും രണ്ടും ഒരു ചെറിയ ട്യൂബിന്റെ വ്യത്യാസം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞാൽ പണി തീർന്നു. ആലോചിക്കുക, എന്തൊരു കോംപ്ലിക്കേഷനിൽ അതൊക്കെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ അമ്മമാരുടെ കാര്യം നോക്കൂ. ബ്ലഡാണ് മുലപ്പാലായി. പ്രസവിച്ചാൽ മുലപ്പാലാവുന്നത് എന്താണ്? ബ്ലഡാണിത്. നോക്കൂ നിങ്ങൾ, ആ കുഞ്ഞിന് വേണ്ടുന്ന പാല് മാത്രമേ ബ്ലഡ് എന്ന് രൂപപ്പെടുള്ളൂ. അങ്ങനെ ഒരു കട്ട് ഓഫ് ഇല്ല എന്ന് വിചാരിക്കുക, ഒരു ഇന്റലിജൻസ് ഇല്ല എന്ന് വിചാരിക്കുക. എന്തായിരിക്കും അവസ്ഥ? ഉള്ള ബ്ലഡ് മുഴുവൻ പാലായി പോയാൽ അത് തീർന്നിട്ടുണ്ടാവും. എന്നാൽ അമ്മ മരിക്കാതെ വേണ്ട പാല് കുഞ്ഞിനും കൊടുത്ത്, അതൊരു അത്ഭുതമല്ലേ അത്? ചിന്തിച്ചു നോക്കൂ നിങ്ങള്. ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും അമ്മ ഇത് അറിയുന്നുണ്ടോ? ഒരു അത്ഭുതമല്ലേ അത്? ആണോ അല്ലയോ? ഒരു കുഞ്ഞ് വളരുന്നു, തല മുകളില്. ഒരു 3 മാസമാകുമ്പോ അമ്മ പോലും അറിയുന്നില്ല ശരീരത്തിൽ നിന്ന് പൊക്കിൾ കൊടിയിലേക്ക് ഒരു ട്യൂബ് കണക്ട് ചെയ്യും. ഒരു അത്ഭുതം തന്നെയല്ലേ ഇത്? ഇതൊക്കെ അമ്മ വല്ലതും അറിയുന്നുണ്ടോ? പറയൂ. ഇതെങ്ങനെ നടക്കുന്നു? ഇത് കൃത്യമായി ആ പൊക്കിളിന്റെ ഭാഗത്ത് തന്നെ പോയി കണക്ട് ചെയ്യണ്ടേ അവിടുന്ന്? വേണ്ടേ? അമ്മ കഴിക്കുന്ന ആഹാരത്തെ അതും വളരെ ഇതാക്കിയിട്ട് ഫൈനസ്റ്റ് ഇതാക്കിയിട്ട് അമ്മ ആ കുട്ടിക്ക് എത്തിക്കുക എന്നുള്ളത് വേണ്ടേ? എന്താ ഒരു അത്ഭുതം നോക്കി ഇതൊക്കെ.